ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മനു പറയുന്നു, എന്നാലും എന്താ അങ്കിളിന് സംഭവിച്ചത്? അലീനയാണ് ഒരേ ഒരു ദൃക്സാക്ഷി. അലീന പറയുന്നു, 2 ദിവസം മുമ്പ് സാർ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ പ്രശ്നമുണ്ടെന്ന്. സാറിന്റെ ബെഡ്റൂമില് ഞാൻ കണ്ട കാഴ്ച അങ്ങനെയായിരുന്നു. കണ്ടമാനം ദേഷ്യം വന്നിട്ട് എല്ലാം തട്ടിയിറങ്ങിയതുപോലെ. മനു പറയുന്നു, അതായത് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ അങ്കിള് വല്ലാതെ ടെമ്പർ ലൂസ് ആയിട്ടുണ്ടെന്ന് അല്ലേ? അലീന പറയുന്നു, ആരോടോ വഴക്കിട്ടാ പോയെന്ന് തോന്നുന്നു. പോകാനുള്ള തീരുമാനം പോലും പെട്ടെന്നായിരുന്നു എന്ന് തോന്നി. കാരണം അതിന് തൊട്ടു മുന്നേ വരെ വളരെ ശാന്തനായിരുന്നു സാറ്. ഊണ് കഴിക്കാൻ വന്നപ്പോൾ എന്നോട് കൂടെ ഇരിക്കാൻ പറഞ്ഞു. ഒപ്പം എന്നെ ഇരുത്തി എന്റെ പ്ലേറ്റിലേക്ക് കറിയൊക്കെ വിളമ്പി തന്നു. പിന്നെ ഊണ് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് കത്രിക എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് എപ്പോഴേ കാര്യം മനസ്സിലായി. ഞാൻ അത് എടുത്തോണ്ട് വന്നു. അപ്പൊ എന്റെ അടുത്ത് പരാതി പറഞ്ഞു. സാറിനോട് പറയാതെ ഞാൻ എല്ലാം മറച്ചു വെച്ചു എന്ന്. ബാലചന്ദ്രനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും ബാലചന്ദ്രൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയെ ചേർത്ത് പിടിച്ചതുമെല്ലാം മനുവിനോട് പറയുകയാണ് അലീന. തുടർന്ന് അലീന പറയുന്നു, ശാന്തനായിട്ട് പെരുമാറിയ ആളാ. ഇന്ന് തിരിച്ചെത്തിയപ്പോൾ എന്നെ കണ്ടപ്പോൾ മാറി നിൽക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഞാൻ ചായ കൊണ്ടുവന്നപ്പോഴും ദേഷ്യപ്പെട്ടു. മുത്തശ്ശിയോട് പോലും ഒരു വല്ലാത്ത മട്ടിലാ സംസാരിച്ചത്. അവിടെ ഡൈനിങ് ടേബിളില് മദ്യക്കുപ്പിയുമായിട്ട് വന്നിരുന്ന് കുടിച്ചുന്നേ. ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു നോട്ടവും പെരുമാറ്റവും ഇല്ല. ഞാൻ ബെഡ്റൂമിന്റെ വാതിക്കൽ ചെന്ന് നോക്കുമ്പോൾ കയ്യിൽ ഒരു തോക്കും പിടിച്ച് അലമാരയുടെ അരികിൽ ചെന്ന് നിൽക്കുക. മനു പറയുന്നു, അങ്കിളിനൊരു പിസ്റ്റൽ ഉണ്ട്, ലൈസൻസ് ഉള്ളതാ. അലീന പറയുകയാണ്, അത് കയ്യിലെടുത്ത് പിടിച്ചോണ്ട് ആലോചിക്കുക, ആരെങ്കിലും വെടിവെച്ച് കൊല്ലണമെന്നാണോ? അതൊന്നും ആയിരിക്കത്തില്ല എന്ന് മനു പറയുമ്പോൾ അലീന പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുക, ആരെയോ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. മനു പറയുന്നു, തോക്ക് വെറുതെ എടുത്തു നോക്കിയതായിരിക്കുമെന്നേ. ഇത് കേട്ട് അലീന ചോദിക്കുന്നു, ആ സമയത്തോ? ഇത്രയും ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴോ? എന്തോ ഒരു വലിയ ഷോക്കിംഗ് സംഭവം ഉണ്ടായിട്ടുണ്ട് മനുവേട്ട. സാർ എവിടെയായിരുന്നു 2 ദിവസം? പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. മനു പറയുന്നു, അങ്കിള് പറയാതെ ഒന്നും അറിയാൻ നിവൃത്തിയില്ല. ആന്റിയോട് വഴക്കിട്ടതായിട്ട് ആന്റി പറയുന്നതുമില്ല. പിന്നെ രോഹിതുമായിട്ട് എത്ര വഴക്കിട്ടാലും ഇങ്ങനെയൊന്നും പെരുമാറാൻ സാധ്യതയില്ല. ഇനി ബിസിനസ്സിൽ എന്തെങ്കിലും ചതിയോ തട്ടിപ്പോ വെട്ടിപ്പോ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും. സാരമില്ല, പതിയെല്ലാം തെളിഞ്ഞു വരും. തുടർന്ന് വീട്ടിലേക്ക് വന്ന അലീന ചോദിക്കുന്നു, മനുവേട്ട രോഹിത്തിനെ വിളിച്ച് പറയണ്ടേ? ഞാൻ വിളിച്ചു പറയാന്ന് മനു പറയുമ്പോൾ അലീന പറയുന്നു, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? മനു പറയുകയാണ്, ആ ചെല്ല, മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ, വേഗം ചെല്ല്. അലീന അകത്തേക്ക് പോയതിനു ശേഷം രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിച്ച മനു ചോദിക്കുന്നു, രോഹി നീ എവിടെയാടാ? ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയെന്ന് രോഹിത് പറയുമ്പോൾ മനു ചോദിക്കുന്നു, ബാലചന്ദ്രൻ അങ്കിളും നീയും തമ്മില് ഈ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? രോഹിത് പറയുന്നു, ഇല്ല, അച്ഛൻ വീട്ടിലില്ലായിരുന്നല്ലോ. മനു ചോദിക്കുന്നു, അങ്കിള് വീട്ടിൽ നിന്ന് പോയ ദിവസം അന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായോ? അന്ന് ഞാൻ കോളേജിൽ പോയിരിക്കുകയായിരുന്നല്ലോ എന്ന് രോഹി പറയുമ്പോൾ മനു ചോദിക്കുന്നു, നിന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോ? രോഹി പറയുന്നു, ഇല്ല. എന്താ മനുവേട്ട പ്രശ്നം? മനു പറയുന്നു, നീ പെട്ടെന്ന് ദേവമാത ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, അങ്കിള് ഹോസ്പിറ്റലൈസ്ഡ്. രോഹി ചോദിക്കുന്നു, അതിന് ഞാൻ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? മനു പറയുന്നു, നിനക്കൊന്നും ചോദിക്കാനില്ലേ രോഹി? അച്ഛൻ തിരിച്ചു വന്നോ? എപ്പോഴാ തിരിച്ചു വന്നത്? എവിടെയായിരുന്നു 2 ദിവസം? എന്ത് പറ്റിയിട്ട് അച്ഛൻ ഹോസ്പിറ്റലിലായത്? ഇതൊന്നും നിനക്കറിയണ്ട? രോഹി ചോദിക്കുന്നു, മനുവേട്ടൻ എന്തിനാ എന്റെ അടുത്ത് ചൂടാകുന്നത്? ഞാൻ അച്ഛനോട് ഒരു വഴക്കിനും പോയിട്ടില്ല. ഞാൻ കാരണമാണ് അച്ഛൻ ആരോടും പറയാതെ വീട് വിട്ടു പോയത്. ഇതിപ്പം ഞാൻ അച്ഛനെ ഏതാണ്ട് ചെയ്തതുപോലെയാണല്ലോ. മനുവേട്ടന്റെ കുറ്റപ്പെടുത്തല്. മനു പറയുന്നു, എടാ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ മനസ്സിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം വേണം. നീ കഞ്ചാവ് വലിക്കോ രോഹി? അപ്പോൾ രോഹിത് പറയുന്നു, മനുവേട്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിലോട്ട് വെച്ച് കെട്ടരുത്. ഇപ്പൊ തന്നെ ഞാൻ ഏതാണ്ട് തൃപ്തിയായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് കുതിര കയറാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ? മനു പറയുന്നു, എടാ രോഹിത്തെ, വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റത്തുള്ളൂ. നീ ആദ്യം അത് മനസ്സിലാക്ക്. അടിച്ചു പൊളിച്ചു നടക്കണം, കണ്ട പെണ്ണുങ്ങളുടെ പുറത്ത് കയറണം, ഇതൊക്കെയല്ലേ നിന്റെ മനസ്സിലെ ചിന്ത? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി രോഹിത് ചോദിക്കുന്നു, മനുവേട്ടന് വേറെ വല്ലതും പറയാനുണ്ടോ? മനു പറയുന്നു, നിന്റെ തന്ത ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ദേവമാതാ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്, വേറൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മനു അകത്തേക്ക് പോവുകയാണ്. രോഹി വിഷമത്തോടു കൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന മനു ചോദിക്കുന്നു, മുത്തശ്ശിയെ എന്തോ പറ്റി? മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. മുത്തശ്ശി ചോദിക്കുന്നു, എന്റെ മോനെ മാലിന് എന്നോ പറ്റിയതാടാ. മനു പറയുന്നു, ഒന്നും പറ്റിയില്ല മുത്തശ്ശി, അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. അലീന മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നു, ബാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവള് പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല. മനു പറയുന്നു, ഒരു കുഴപ്പവും ഇല്ലാത്ത ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിലും ഐസിയുയിലും കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നോ പറ്റിയതാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മനു പറയുന്നു, ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം എന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് സാധനം. മുത്തശ്ശി പറയുന്നു, ബാലൻ ഇവിടെ ഇരുന്ന് കള്ളു കുടിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് ശരിയാകത്തില്ലല്ലോ എന്ന്. അവൻ എവിടെയായിരുന്നു 2 ദിവസം? അത് വല്ലതും അറിയാമോ? മനു പറയുന്നു, ഒന്നും അറിയില്ല മുത്തശ്ശി. ഇവിടെ തിരിച്ചു വന്ന ശേഷം അലീനയും മുത്തശ്ശി അല്ലാതെ വേറെ ആരെയും കണ്ടില്ലല്ലോ. മുത്തശ്ശി ചോദിക്കുന്നു, ഈ പെങ്കൊച്ച് അന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? അവൻ അവിടെ വീണ് കിടപ്പുണ്ടെന്ന് ആരെങ്കിലും അറിയുമോ? മനു പറയുന്നു, അറിഞ്ഞാലും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള അറിവും ധൈര്യവും ഒക്കെ വേണ്ടേ? അലീന കൃത്യസമയത്ത് വേണ്ടതെല്ലാം ചെയ്തത് കൊണ്ട് മാത്രമാണ് അങ്കിൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഡോക്ടേഴ്സിന് അറിയാമല്ല. മുത്തശ്ശി പറയുന്നു, ഇതുകൊണ്ടെങ്കിലും വൈജയ്ക്ക് ഇവളോടുള്ള ദേഷ്യം തീർന്നാ മതിയായിരുന്നു. അലീന പറയുന്നു, നന്നായി, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ഇപ്പൊ കുറ്റം, അവിടെ തന്നെ ഓടിച്ചതാ ഇങ്ങോട്ട്. നീ എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണെന്നാ ചോദിച്ചത്, നേരാണോ മനു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മനു പറയുന്നു, പിന്നല്ലാതെ. അലീന അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആന്റിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിലും ഭേദം അങ്കിൾ ആ ബെഡ്റൂമിലെങ്ങാനും കിടന്ന് തട്ടിപ്പോകുന്നതായിരുന്നു എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ചിലപ്പം അത് അലീന
ഏൽക്കേണ്ടി വരും. മുത്തശ്ശി പറയുന്നു, എന്റെ ഭഗവാനെ, അവൾക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടായോ? ഒരാള് നല്ലത് ചെയ്താലും ദോഷമായിട്ട് കാണുക എന്ന് വെച്ചാൽ എന്നതാ? മനു പറയുന്നു, അതൊരു രോഗമാ മുത്തശ്ശി. ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കേണ്ടതായിരുന്നു പണ്ടേ. ആന്റി ആരെ കുറിച്ചെങ്കിലും ഇന്നേ വരെ നല്ലത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പം ഞാൻ കേൾക്കാതെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അലീന പറയുന്നു, ഞാൻ ഇന്നലെ പോകാനിരുന്നവളാ. മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാലചന്ദ്രൻ സാറ് വരാതിരുന്നത് കൊണ്ട് മാത്രമാ പോകാതിരുന്നത്. മുത്തശ്ശി പറയുന്നു, അവിടെ സൂക്കേടല്ലേ അത്, എന്ത് ചെയ്യും? അലീന ചോദിക്കുന്നു, ഞാൻ നാളെ രാവിലെ പൊയ്ക്കോട്ടെ മനുവേട്ട. ബാലചന്ദ്രൻ സാറ് എന്തായാലും സുഖപ്പെട്ട് വരും. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ എന്തിനാ ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത്? മനു പറയുന്നു, അങ്കിള് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ. അതുവരെ ഈ വീട് നോക്കാൻ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും വേണം. അലീന ചോദിക്കുന്നു, സാറ് ഡിസ്ചാർജ് ആയി വരണമെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടി വരില്ലേ? മനു പറയുന്നു, അതുവരെ ഇവിടെ ആന്റിയുടെ ശല്യം ഉണ്ടാകത്തില്ല. ആന്റി ഹോസ്പിറ്റലിലായിരിക്കും, അതുപോലെ. അലീന ചോദിക്കുന്നു, ഇടയ്ക്ക് വരുമല്ലോ ഇവിടെ? മനു പറയുന്നു, അപ്പൊ ആന്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ കൊടുത്തോളാം. എന്റെ അടുത്ത് ആന്റി മുരട്ട് ന്യായം കൊണ്ട് വരത്തില്ല. അതറിയില്ലേ അലീനയ്ക്ക്? മുഖത്തടിക്കുന്ന മാതിരി ഞാൻ പറയും, അത് ആന്റി ആയാലും അമ്മയായാലും. മുത്തശ്ശി പറയുന്നു, മോളെ, നീ പോണം പോടോ എന്നുള്ള ചിന്ത തൽക്കാലം ഒന്ന് മാറ്റിവെക്ക്. ബാലചന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് വന്നോട്ടെ. മനു പറയുന്നു, അങ്ങനെ മതി, ഞാനില്ലേ കൂടെ. ഇത് കേട്ട് അലീന പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് മുത്തശ്ശിയും മനുവും. പിന്നീട് കാണിക്കുന്നത് ഹരിയെ കാണുന്ന രോഹിത് പറയുന്നു, എടാ, അച്ഛന് സ്ട്രോക്ക് ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ ICUലാണെന്ന്. നീ അറിഞ്ഞോ? ഹരി പറയുന്നു, ഞാൻ എപ്പോഴേ അറിഞ്ഞു. രോഹിത് ചോദിക്കണേ, എന്നിട്ട് നീ എന്താ വിളിച്ചു പറയാത്തത്? ഹരി പറയുന്നു, എടാ, അതൊക്കെ വെറും മൈനർ അറ്റാക്ക്. നിന്റെ അച്ഛൻ നാളെയോ മറ്റന്നാളോ എഴുന്നേറ്റ് ചിരിച്ചോണ്ട് പോകും. നമ്മൾ വെറുതെ വേവലാതി പിടിക്കുന്നത് എന്തിനാ? രോഹി പറയുന്നു, ഇതൊരൽപ്പം സീരിയസ് ആണെന്നാ മനുവേട്ടൻ പറഞ്ഞത്. ഹരി പറയുന്നു, മനുവേട്ടനെല്ലാം സീരിയസാ. കൈവിരലില് ഒരു മൊട്ടുസൂചി കൊണ്ടാലും സീരിയസാ. നിനക്ക് കുലുക്കി സർബത്ത് വേണമെങ്കിൽ ഒരെണ്ണം അടിക്ക്. രോഹി പറയുന്നു, വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുക. ഹരി പറയുന്നു, ഹോസ്പിറ്റലിൽ ചെന്നാലും നീ അങ്കിളിനെ കാണാനൊന്നും കയറണ്ട. നിന്നെ കണ്ടാൽ അങ്കിളിന് ഒരു അറ്റാക്കും കൂടി വരും. രോഹി പറയുന്നു, കൂടുതൽ ആളാകല്ലേ മോനെ. അപ്പോൾ ഹരി പറയുകയാണ്, എടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. രോഹി പറയുന്നു, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഹരി പറയുകയാണ്, വേണ്ടടാ, നിന്റെ അച്ഛൻ എന്നെ കാണാതിരിക്കുന്നത് അദ്ദേഹത്തിന് നല്ലത്. ശരി, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗാധരന്റെ ഫോണിലേക്ക് വിളിച്ച് വൈജി ചോദിക്കുന്നു, ഗംഗേട്ടാ ഇപ്പൊ വീട്ടിലുണ്ടോ അതോ പുറത്തോ? ഞാൻ വീട്ടിലുണ്ടെന്ന് ഗംഗൻ പറയുമ്പോൾ വൈജി പറയുന്നു, ഞാൻ വിളിച്ചത് 2 കാര്യങ്ങൾ പറയാനാ. ഗംഗൻ പറയുന്നു, അതവിടെ നിൽക്കട്ടെ, ബാലചന്ദ്രന്റെ വിവരം വല്ലതും അറിഞ്ഞോ? വൈജി പറയുന്നു, ബാലചന്ദ്രൻ തിരിച്ചെത്തി ഗംഗേട്ടാ, അതാ പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബാലചന്ദ്രന് ഒരു കാർഡിയക് അറസ്റ്റ് വന്നു, ഇപ്പൊ ഹോസ്പിറ്റലിലാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി ഗംഗൻ ചോദിക്കുന്നു, അതെപ്പോ സംഭവിച്ചു? ഇന്ന് രാവിലെ വൈജ പറയുമ്പോൾ ഗംഗൻ ചോദിക്കാണ്, ഇപ്പൊ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? വൈജ പറയുന്നു, ഇല്ല ഗംഗേട്ടാ. ഗംഗൻ ചോദിക്കുന്നു, അയാൾ എവിടെ പോയതായിരുന്നു എന്ന് പറഞ്ഞു? വൈജ പറയുന്നു, ഇല്ല ഗംഗേട്ടാ, ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടില്ല. ഗംഗൻ ചോദിക്കുന്നു, കണ്ടില്ലെന്നോ? അതെന്താ അങ്ങനെ? വൈജ പറയുന്നു, ബാലചന്ദ്രൻ വരുന്നതിന് മുമ്പേ ഞാൻ ബാങ്കിൽ പോയി. ഞാൻ ബാങ്കിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുന്നേ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലുമായി. ഗംഗൻ ചോദിക്കുന്നു, അയാൾ 2 ദിവസം എവിടെയായിരുന്നു എന്ന് പറഞ്ഞു? വൈജ പറയുന്നു, സംസാരിച്ചില്ല ഗംഗേട്ടാ. ഇന്നലെ രാത്രി ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരേക്ക് പോയിരിക്കുകയാണെന്ന്. ഗംഗൻ പറയുന്നു, കോയമ്പത്തൂർ എന്തിനു പോയി? വൈജ പറയുകയാണ്, ഒന്നും അറിയില്ല, ഗോവർദ്ധനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഗംഗൻ ചോദിക്കുന്നു, ഈ കാർഡിയക് അറസ്റ്റ് ഉണ്ടാകാൻ എന്താ കാരണം? വൈജ പറയുന്നു, കണ്ടമാനം കുടിച്ചു ഗംഗേട്ടാ. 2-3 ദിവസമായിട്ട് നോൺ സ്റ്റോപ്പ് കള്ളുകൂടിയായിരുന്നു. ഇന്ന് വന്നപ്പോൾ കുപ്പിയുമായിട്ടാ വന്നത്. വീട്ടിലിരുന്നും കുടിച്ചു. അറ്റാക്ക് വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഗംഗൻ പറയുന്നു, അയാളൊരു മദ്യപാനി അല്ലല്ലോ വൈജെ. കുടിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ലല്ലേ? വൈജ പറയുന്നു, ഇവിടെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഗംഗേട്ടൻ വരുമോ ഇങ്ങോട്ട്? ഗംഗൻ ചോദിക്കുന്നു, അയാളുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? സീരിയസ് ആണോ? വൈജ പറയുന്നു, ഒന്നും അറിയില്ല, ചോദിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലാന്ന് പറയും. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഗംഗൻ പറയുന്നു, ഞാനും മാലതിയും കൂടി അടുത്ത ദിവസം അങ്ങോട്ട് വരാം. വൈജ പറയുകയാണ്, വരണം. എനിക്ക് 3 ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ മെച്ചം? 3 പേരും 3 ദിക്കില, വിളിച്ചാൽ പോലും കിട്ടില്ല. ഗംഗൻ പറയുന്നു, ഞങ്ങൾ വരാം. അല്ലെങ്കിലും ഞങ്ങൾ വരാനിരിക്കുകയായിരുന്നു. അമ്മയെ കണ്ടിട്ടും കുറെ നാളായല്ലോ. വൈജ പറയുന്നു, ഞാൻ കട്ട് ചെയ്യുക, വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ഗംഗൻ പറയുകയാണ്, ശരി വെച്ചോ, നേരിട്ട് കാണാം. ഇത് കേട്ട് വൈജയന്തി ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് വരികയാണ് രോഹിത്. വൈജ ചോദിക്കുന്നു, നീ എപ്പോ എത്തി? രോഹി പറയുന്നു, 5 മിനിറ്റായി. അമ്മ ഫോൺ ചെയ്യുന്ന സ്റ്റൈല് കൊണ്ട് നിൽക്കുകയായിരുന്നു. അച്ഛന്റെ വിവരം നീ അറിഞ്ഞോന്ന് വൈജ ചോദിക്കുമ്പോൾ രോഹി പറയുകയാണ്, മനുവേട്ടൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ എന്ത് പറ്റിയതാണമ്മേ? വൈജ പറയുന്നു, ആർക്കറിയാം, കണ്ടിടത്തൊക്കെ കറങ്ങി തിരിഞ്ഞ് കള്ളും കുടിച്ച് കൂത്തും കളിച്ച് നടക്കുകയല്ലായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിലോട്ട് എടുക്കാൻ വേറെ ഒരു കാരണവുമില്ല. നിന്റെ അച്ഛന്റെ ഹെൽത്ത് ഒക്കെ ക്ലിയർ ആയിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുക. രോഹി പറയുന്നു, അച്ഛൻ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ബാക്കിയുള്ളവരൊരു വാക്കോ വരിയോ തെറ്റിച്ചു നടന്നാൽ ക്രൂരമായ ശിക്ഷ. വിരൽ ചൂണ്ടി വൈജ ചോദിക്കുന്നു, നീ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിന്നെ ന്യായീകരിക്കുകയാണോ? നീ നല്ലവനാണെന്നാണോ നിന്റെ വിചാരം? രോഹി പറയുന്നു, എന്റെ അമ്മേ, ഞങ്ങളൊക്കെ സ്റ്റുഡൻസാ. പിള്ളേർക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റും. അതുപോലെയാണോ മെച്യൂരിറ്റിയുള്ള അച്ഛനും അമ്മയും? നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ല. വിഗ്രഹം പോലെ ഇരിക്കണം. വൈജ പറയുന്നു, എനിക്ക് തോന്നുന്നത് നീ നന്നാകാത്തതിലുള്ള ദേഷ്യത്തിലാ അച്ഛനിങ്ങനെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടതെന്നാ. നീയും ഹരിയുമായിട്ട് ചേർന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അച്ഛന്റെ ഹാർട്ട് ഇഷ്യൂവിന്റെ കാരണം നീ തന്നെയാ. രോഹി ചോദിക്കുന്നു, ഇത് കേൾക്കാനാണോ എന്നെ വിളിച്ചതും ഞാൻ വന്നതും? ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാ. വൈജ പറയുന്നു, നീ പിന്നെ എന്തിനു വന്നെന്നാ എന്റെ ചോദ്യം? രോഹി പറയുകയാണ്, അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. കാണാൻ പറ്റത്തില്ലല്ലോ. വൈജ പറയുകയാണ്, കാണാം, വൈകുന്നേരം 5 മണി കഴിഞ്ഞ്. ICUലായതുകൊണ്ട് ഒരാൾക്ക് ഒരു തവണ, അതും വെറും 5
5 മിനിറ്റ്. രോഹി പറയുന്നു ഞാൻ കാണാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാം. വെറുതെ എന്തിനാ അച്ഛന്റെ ടെൻഷൻ കൂട്ടുന്നത്? വൈജ പറയുന്നു എടാ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. തോളിൽ വെച്ച് രോഹി പറയുന്നു അറിഞ്ഞു കേട്ടു ആളുകൾ ഇങ്ങ് വന്നോളും, അമ്മ ധൈര്യമായിട്ടിരിക്കും. അച്ഛനെ കാണുന്നെങ്കിൽ ഞാൻ വന്നിട്ട് പോയിന്ന് പറഞ്ഞാൽ മതി, പോട്ടെ. അങ്ങനെ രോഹി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് വൈജ. പിന്നീട് കാണിക്കുന്നത് ഗംഗ മാലതിയോട് പറയുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷനും കിട്ടുന്നില്ല, നമുക്ക് എന്താ ഇതിൽ ഇത്ര ആലോചിക്കാനെന്ന് മാലതി ചോദിക്കുമ്പോൾ ഗംഗം പറയുന്നു ബാലചന്ദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വൈജ വീട്ടിലില്ല, ബാങ്കിൽ പോയി, അതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. മാലതി ചോദിക്കുന്നു അല്ലെങ്കിൽ ബാലചന്ദ്രൻ വൈജ എന്തെങ്കിലും ചെയ്യുമായിരുന്നു? ഗംഗം പറയുകയാണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അയാളുടെ മാനസികാവസ്ഥ. ആ കാർഡിയക് അറസ്റ്റ് തൽക്കാലം അയാളെ രക്ഷിച്ചു, വൈജയെ രക്ഷിച്ചു, ആ ഫാമിലിയെ രക്ഷിച്ചു. മാലതി ചോദിക്കുന്നു അത് നന്നായെന്നാണോ പറയുന്നത്? ഗംഗം പറയുകയാണ് ഒരു കണക്കിന് നന്നായി, ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഒന്നും ഭയപ്പെടാനില്ല. മാലതി പറയുന്നു അത് ശരിയാ, പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ, അതിനെത്ര സമയം എടുക്കും? ഗംഗൻ പറയുന്നു 2 ആഴ്ച വേണ്ടി വന്നേക്കും, അതിനകം ബാലചന്ദ്രനെ മെരുക്കിയെടുക്കണം. പക്ഷേ കാട്ടുമൃഗത്തെ മെരുക്കുന്നതിനേക്കാൾ പ്രയാസമാ. മാലതി പറയുന്നു 2 ആഴ്ച സമയം ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ആൾക്ക് ഒരു പദം വരില്ലേ ഗംഗേട്ടാ? ഗംഗൻ പറയുന്നു നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം, അയാളെയും വൈജയും താങ്ങി നിർത്താൻ വേറെ ആരും ഇല്ലല്ലോ അവിടെ, ശിവനും രാജീവനും എബ്രോഡ് അല്ലേ. മാലതി പറയുന്നു നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, എവിടെ താമസിക്കും, എത്ര ദിവസം വേണ്ടി വരും, അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഗംഗൻ പറയുന്നു തറവാട്ടിൽ താമസിക്കാം, കമലയും മനുവും ഹരിയും ഒക്കെ ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ വീട്ടിൽ. മാലതി പറയുന്നു അവിടെ വേണ്ട, അയാള് ഹ്യൂമിലേറ്റ് ചെയ്യും, പാക തീക്കനൽ പോലെ കിടക്കുകയല്ലേ. ഗംഗൻ പറയുന്നു അയാള് ഹോസ്പിറ്റലിലായതുകൊണ്ട് പ്രശ്നമില്ല. മാലതി ചോദിക്കുന്നു ഗംഗേട്ടാ ശിവനോടും കൂടി ആലോചിക്കണ്ടേ? ഗംഗൻ പറയുകയാണ് എത്രത്തോളം പോകുമെന്ന് നോക്കിയിട്ട് മതി, എന്റെ ഒരു ഊഹം അയാൾ കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ലെന്നാ. മാലതി ചോദിക്കുന്നു അയാൾ ഇനി വൈജയെ സ്നേഹിക്കുമോ, അവളോട് സൗമ്യമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുമോ? ഒരിക്കലും ഇല്ല, അയാളുടെ ഓരോ നോട്ടത്തിലും വാക്കിലും തീപ്പൊരി ഉണ്ടാകും. ഗംഗേട്ടനോട് എത്രയധികം റെസ്പെക്ട് ഉള്ള ആളായിരുന്നു, എന്നിട്ട് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? ഗംഗൻ പറയുന്നു വൈജ എങ്ങനെ സർവൈവ് ചെയ്യും എന്നതാ ഒരു പിടിയില്ലാത്തത്, അവൾക്ക് ഇനിയും സമാധാനം ഉണ്ടാകില്ല. മാലതി ചോദിക്കുന്നു ബാലചന്ദ്രൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഗംഗൻ പറയുകയാണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്നും പറയാൻ സാധ്യതയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. വൈജയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ നമുക്ക് അവളെ തള്ളിക്കളയാൻ പറ്റില്ല. മാലതി പറയുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാ, ബാലചന്ദ്രൻ ഡിവോഴ്സിന് പോകുമോ ഗംഗേട്ടാ? ഇത് കേട്ട് ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുന്ന ഗംഗനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ. ഐസിയുവിൽ കിടക്കുന്ന ബാലചന്ദ്രൻ കണ്ണു തുറക്കുമ്പോൾ അരികിലേക്ക് വരികയാണ് ശർമ്മ ഡോക്ടറും മറ്റൊരു ഡോക്ടറും. ശർമ്മ ഡോക്ടർ പറയുന്നു ബാലചന്ദ്രന്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞു. ബാലൻ പറയുന്നു വേണ്ട, ആരെയും കാണണ്ട. ഇതറിഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് വൈജ. തുടർന്ന് ബാലചന്ദ്രനെ കാണാനായി ഐസിയുലേക്ക് വരികയാണ് മനു. ബാലൻ പറയുന്നു കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ട. തുടർന്ന് അലീനെ കുറ്റപ്പെടുത്തി മനുവിനോട് സംസാരിക്കുകയാണ് വൈജയന്തി. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അലീന നമ്മുടെ വീട്ടിൽ എന്ന് കാലുകുത്തിയോ അന്നു മുതൽ നമുക്ക് ദോഷമാ. ഈ സമയം അവിടേക്ക് വരികയാണ് ഡോക്ടേഴ്സ്. ശർമ്മ ചോദിക്കുന്നു ആ കുട്ടി എവിടെ പോയി? എന്റെ രംഗുവിന്റെ ചെങ്ങാതി അലീന, അവളെ പോലൊരു സർവന്റിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാ. നിങ്ങളുടെ ഹസ്ബൻഡ് ജീവനോടിരിക്കുന്നത് അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് മാത്രമാ. ഇത് കേട്ട് പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ് വൈജ. മനു പുഞ്ചിരിച്ച് വൈജയെ ശ്രദ്ധിക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.